മന്ത്രിസഭയിൽ ചേരണമെങ്കിൽ ആഭ്യന്തരം വേണമെന്ന ആവശ്യത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ രമേശ് ചെന്നിത്തല. തനിക്കൊപ്പം നിൽക്കുന്നവരെ പരിഗണിക്കണമെന്ന ആവശ്യത്തിലും ചെന്നിത്തല ഉറച്ചു നിൽക്കുകയാണ്. എന്നാൽ ആഭ്യന്തരം മുഖ്യമന്ത്രി തന്നെ കൈവശം വയ്ക്കണമെന്ന നിലപാടിലാണ് വി.ഡി. സതീശൻ. ചെന്നിത്തലയെ അനുനയിപ്പിക്കാനുള്ള ശ്രമം തുടരുകയാണ്. കെ.സി. വേണുഗോപാലും വി.ഡി. സതീശനും വടംവലി തുടർന്നപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം പ്രതീക്ഷിച്ചതാണ് രമേശ് ചെന്നിത്തല. പക്ഷേ അതുണ്ടായില്ല. അങ്ങനെയെങ്കിൽ ആഭ്യന്തരമെങ്കിലും വേണമെന്നാണ് ആവശ്യം. സീനിയോറിറ്റിയാണ് എല്ലായ്പ്പോഴും ചെന്നിത്തല ഉന്നയിക്കാറുള്ള മാനദണ്ഡം. അവസാന ഉമ്മൻചാണ്ടി സർക്കാരിൽ 2.5 വർഷം ആഭ്യന്തരമന്ത്രിയായിരുന്നു രമേശ്. തന്നെക്കാൾ ജൂനിയറായ വി.ഡി. സതീശൻ നയിക്കുന്ന സർക്കാരിൽ ചേരണമെങ്കിൽ ആഭ്യന്തരത്തിൽ കുറഞ്ഞൊരു വിട്ടുവീഴ്ചയ്ക്കുമില്ലെന്ന നിലപാടിലാണ് ചെന്നിത്തല. ഇതിനു പുറമെ തനിക്കൊപ്പം നിൽക്കുന്ന 2 MLA-മാർക്ക് മന്ത്രിസ്ഥാനവും ജോസഫ് വാഴയ്ക്കനെ KPCC പ്രസിഡന്റ് ആക്കണമെന്നും ചെന്നിത്തല ആവശ്യപ്പെടുന്നു. അൻവർ സാദത്ത്, IC ബാലകൃഷ്ണൻ എന്നിവരെയാണ് മന്ത്രിസ്ഥാനത്തേക്ക് ചെന്നിത്തല നിർദ്ദേശിക്കുന്നത്. എന്നാൽ ചെന്നിത്തലയ്ക്ക് ആഭ്യന്തര വകുപ്പ് നൽകുന്നതിനോട് വി.ഡി. സതീശൻ ഇതുവരെ യോജിച്ചിട്ടില്ല. ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രി തന്നെ കൈകാര്യം ചെയ്യട്ടെ എന്നാണ് നിലപാട്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വി.ഡി. സതീശനൊപ്പമായിരുന്നെങ്കിൽ ചെന്നിത്തല മന്ത്രിസഭയിൽ വേണമെന്നാണ് ഘടകകക്ഷികളുടെ താൽപര്യം. ഹൈക്കമാൻഡും ഇതേ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഘടകകക്ഷി നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ചെന്നിത്തലയുടെ വസതിയിലെത്തി കൂടിക്കാഴ്ച നടത്തി. അദ്ദേഹം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ കൂടെ വന്ന് കേരളത്തിലെ ഇന്ത്യയിലെ അറിയപ്പെടുന്ന ഒരു നേതാവായപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം വന്നത് പുള്ളിക്ക് അവകാശപ്പെട്ടതെന്ന് പുള്ളിക്ക് തോന്നലുണ്ടായാൽ തെറ്റൊന്നുമില്ല. പിന്നെ അദ്ദേഹം എന്നും ഒരു തികഞ്ഞ കോൺഗ്രസ്സുകാരനാണ്, അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകർ എന്നുള്ള നിലയിൽ ആ വിഷമമൊക്കെ മാറ്റി വെച്ച് ഞങ്ങളോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന് ഞങ്ങളെ നയിക്കാൻ അദ്ദേഹം ഉണ്ടാകും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെതായ പരാതികളുണ്ടാകാം. അതൊരു കാര്യത്തിൽ മാത്രമായിരിക്കില്ല, പല കാര്യങ്ങളിൽ കാണാം. മുഖ്യമന്ത്രി സ്ഥാനത്തിന് മാത്രമായിരിക്കണമെന്നില്ല, പല കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രയാസങ്ങളുണ്ടാകാം. പക്ഷെ അതൊക്കെ എല്ലാം നല്ല പക്വത വന്ന നേതാവാണ്. ഏറ്റവും വളരെ പരിണതപ്രജ്ഞനായ ഏറ്റവും മുതിർന്ന അതുകൊണ്ട് അദ്ദേഹത്തിന് അറിയാതെ എങ്ങനെ ഓരോ വിഷയത്തിൽ ഏത് സമയത്ത് എന്ത് തീരുമാനമെടുക്കണമെന്ന് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ആളാണ്. രമ്യമായ ഒരു പരിഹാരമായിരിക്കും ഉണ്ടാകുന്നതെന്ന് എൻ്റെ വിശ്വാസം. അതേസമയം UDF പിന്തുണയോടെ ജയിച്ച TK ഗോവിന്ദൻ ചെന്നിത്തലയെ വീട്ടിലെത്തിക്കണ്ട് പിന്തുണയറിയിച്ചു. വിശേഷം പറയാനില്ല. ഞാൻ മത്സരിക്കുമ്പോൾ തന്നെ എനിക്ക് UDF നേതാക്കൾ പ്രത്യേകിച്ചും രമേശ് ജിയുടെ ഒക്കെ വലിയ പിന്തുണ ഉണ്ടായിരുന്നു. എൻ്റെ മണ്ഡലത്തിൽ വന്നു, പ്രചരണത്തിന് വേണ്ടി വന്നു. ആ നിലയിൽ ആദ്യമേ വലിയ സപ്പോർട്ട് എനിക്ക് നൽകിയിരുന്നു. അതുകൊണ്ട് ഞാൻ വന്ന ഉടനെ തന്നെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ എല്ലാം സപ്പോർട്ടാണ് എനിക്ക് ഈ വിജയം കൈവരിക്കാൻ വേണ്ടി കഴിഞ്ഞത്. തുടർ ചർച്ചകളിൽ മഞ്ഞുരുകുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് നേതൃത്വവും സഖ്യകക്ഷികളും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.